ഒരു ട്രെയിൻ ചെയ്യുന്നെങ്കിൽ തനിക്ക് അനുസരിച്ച് ഇഷ്ടമായിരുന്നു. ഏതായാലും സൂപ്പറായി എനിക്കൊരു വേണമില്ല, എനിക്കൊരു വേണമില്ല. അതുപോലെ 14 എനിക്കൊരു വേണമില്ല. അയ്യോ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല പാട്ടായിരുന്നു, നല്ല പെർഫോമൻസ്. എനിക്കൊന്ന് പറയാൻ, ഈ ഗാനം എന്ന് പറയുന്നത് അതിന്റെ ചടുലവും അതിന്റെ നിനാദവുമായിട്ടുള്ള ചില കളകളെ ഗാനങ്ങളുടെ കടന്നു വരുമ്പോഴുള്ള ചരണത്തിൽ വന്നിട്ടുള്ള ഭരണിയുടെ എവിടെയാണ് എനിക്കൊന്ന് പറയുവാണ്, അത് എനിക്കൊന്ന് പറയുവാണ്. പച്ചളത്തും ചുവപ്പ് കളറും നോക്കിയിട്ട് വന്നിട്ടുള്ള ആ വ്യക്തി വന്നപ്പോൾ എന്നെ പുറത്തേക്ക് നോക്കുകയും പറയുകയാണെങ്കിൽ വളരെ വളരെ നന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ നന്നായിരുന്നു എന്ന് തോന്നുന്നു. കാൽമാറും ഞാൻ വളരെ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി ശരിയാകുന്നില്ല. അടുത്ത റൗണ്ടിൽ ക്ലിയർ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാനൊരു അരമാസം കൊണ്ടു കൊടുക്കുന്നു. പിന്നെ ഞാൻ ഈ വേദി കിട്ടിയത് കൊണ്ട് ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ പലരും പറയുന്നു എനിക്ക് ആകെ അറിയാവുന്ന പണി വ്യക്തി നിരന്തരം പിടിച്ചുകൊള്ളിയുമാണ്. ഇത് ഞങ്ങളുടെ പാർട്ടി നയങ്ങളെ കുറിച്ച് വ്യക്തമായി ധാരണയില്ലാത്തവർ പറയട്ടെ. ഞങ്ങളുടെ പാർട്ടിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അരുവാള്, ചുറ്റിക, നക്ഷത്രം. അരുവാള് നിരത്താൻ, ചുറ്റിക അടിച്ചു പൊളിക്കാൻ. ഈ നക്ഷത്രം ഇങ്ങേരം പോലുള്ളവരെ കൊണ്ട് ഒരുപാട് ഞങ്ങൾ എണ്ണിക്കുന്നുണ്ടല്ലോ. പണ്ട് അന്ന് വിളിച്ച കഥ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പാടാൻ തുടങ്ങിയില്ലേ? പാല പാല ആരാ വിളിച്ചോ? പണ്ട് അന്ന് വിളിച്ച കഥ വീരകഥകള് വീരകഥകള് അന്നന്റെ കഥകള് പാടാ. വളരെ വളരെ വളരെയധികം നന്നായി. പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയുവാനാണ്. ഇതിനെ കുറിച്ച് എന്താണ് പറയുവാണെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ച് എനിക്കറിയാൻ പറ്റും. തെറ്റിപ്പോയി. പക്ഷേ ശ്രുതിമാരൊന്നും കുഴപ്പമില്ല. ചോദിക്കാം. വളരെ മോശമായ പ്രശ്നമുണ്ടായിരുന്നു. ഞാനെങ്കിലും ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ആൾക്കാരൊന്നും പറയുന്നില്ല. മാഷിനോട് ചെയ്യണം. മാഷ് അതിനെപ്പറ്റി പാട്ട് പറഞ്ഞു. ആർക്ക് പറയുന്നതിനു മുമ്പ് എനിക്ക് ഗാനത്തിനെ പറ്റി ചിലത് പറയുവാണ്. ഗാനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ശബ്ദം എന്ന് പറയുന്നത് വളരെ ഒരു നദി പോലെ പ്രവഹിക്കേണ്ട ഭാഗികവും ആന്തരികവുമായിട്ടുള്ള
മാറ്റി വെച്ച് ഞാൻ ഇതേപോലെ മാറ്റിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ജലദോഷത്തിന്റെ കാരണത്താലാണ് തോന്നുന്നു ശബ്ദത്തിന് ഇത് സൗകുമാരി ഉണ്ടായിരുന്നു. മാർക്കിനെ വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 0 മാർക്കും പറയട്ടെ 0 മാർക്കും അതിന് ഇടതുവശത്തായി ഞാനൊരു 1 കൂടി ചേർത്ത് വലതുവശത്ത് അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് വിനീതം പാടാൻ പാട്ടാണ് പാട്ട് പാടുന്നു. ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളും. ഞങ്ങൾക്കും ഇഷ്ടപ്പെടണം. ഞാൻ പാട്ട് പാടിയത് അത് ഇടുമോ? ഉല്ലാസപത്രികൾ കണ്ണിന് കൂടെ മതത്തേനുകൾ ചെറുതല്ലേ അല്ല ഞാൻ ടീമേറ്റ് നോക്കി പോയതാണ്. എന്താണോ ഞാൻ കളിപ്പിക്കുന്നതാണ്. അതൊക്കെ പൊട്ടി ഞാൻ പാട്ട് പാടണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? പാട്ട് വളരെ പോരായിരുന്നു. എന്തായാലും ജഡ്ജിനോട് ചോദിക്കാം, അവരെന്തെങ്കിലും പറയട്ടെ. പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഇതിൽ നിന്നെല്ലാം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഇപ്പോഴും ഞങ്ങൾ നിരന്തരം നിലനിൽക്കുകയാണ്. എനിക്ക് കുഴുമത്തുമ്പോഴും എനിക്ക് പറയാനുള്ളത് ഒരു ഭീഷണിയുടെ കടയിൽ നിന്നും എന്നെ മുക്തമാക്കിക്കൊണ്ട് ഞാനൊരു 10 മാർക്കും നൽകുകയാണ്. എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. പോലെ വിപ്ലവരക്തം പിറകളിൽ എന്തി കിടക്കുന്ന ഹലോ 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 ദീപക് കേൾക്കുന്നുണ്ടോ? ഹലോ ദീപക് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഇതുവരെ കണ്ടത് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു ദൈനംദിന പ്രവർത്തനമാണ്. ഇതിനെയാണ് കുതിരവട്ടത്തെക്കുറിച്ചുള്ള ഈ ഡോക്യുമെന്ററി അവസാനിക്കുന്നു. ക്യാമറമാൻ രാജീവ് ഗോഡിനോടൊപ്പം സന്ദീപ് കുമാർ എൻഡോവിസിന് വേണ്ടി.